ഹലോ എവരിവൺ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ഇ അറ്റ് എ പോയിൻ്റ് ഓൺ ദി ആക്സിയൽ ലൈനും രണ്ടാമത്തത് ഇ അറ്റ് എ പോയിൻ്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈനും. ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഇ അറ്റ് എ പോയിൻ്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈനാണ് ചെയ്യുന്നത്. ആക്സിയൽ ലൈനിൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാർ അത് കാണാം. ഇന്ന് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റിൽ ഡൈപോളിനെ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. -q + q ചാർജ് എ ബി എന്ന പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. ഒ എന്ന പോയിൻ്റാണ് ഇതിൻ്റെ സെൻറ്റർ. ഡൈപോൾ മൊമെൻറ്റ് എല്ലായ്പ്പോഴും പോലെ തന്നെ -q നിന്ന് +q ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡൈപോളിൻ്റെ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനാണ് ആക്സിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനോ? ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈനാണ് ഇക്വറ്റോറിയൽ ലൈന്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു Q എന്ന പോയിന്റ് ഇമാജിൻ ചെയ്യുന്നു. ഈ എ എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2a ആണ് ഡിസ്റ്റൻസ്. O സെൻറ്റർ ആയതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് ഓരോ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസാണ് എ. ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു Q എന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. Q എന്ന പോയിന്റ് r ഡിസ്റ്റൻസ് അകലത്തിലാണ് സെൻറ്ററിൽ നിന്ന്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഈ Q എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തറിയണം? ഈ -q കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. +q കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് EB കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും നമ്മൾ വെക്റ്റർ സം എടുത്താൽ നമുക്ക് ഈ Qയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഈ -q കൊണ്ടും +q കൊണ്ടും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയണം. അതായത് ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിഗർ ഇങ്ങനെ വരെയാണ്. ഇവിടെ -q കൊണ്ട് ഈ Q എന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരിക? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇൻവേർഡ് ഇങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ വരിക. EA എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. അതേപോലെ +q കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണ് വരിക? ഈ ഡയറക്ഷനിലേക്കാണ് വരിക, EB. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ EA EB ഈ രണ്ട് വെക്റ്ററിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പാരലോഗ്രാം ലോ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡയഗണൽ ഗിവ്സ് ദി റിസൾട്ടൻ്റ്. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ദ റിസൾട്ടൻ്റ് ഈസ് ദി EQ ഇസ് ഈക്വൽ ടു EA + EB ആയിരിക്കും. അതായത് നമുക്ക് EA എന്താണെന്ന് അറിയണം, EB എന്താണെന്ന് അറിയണം അല്ലേ. EA എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നമ്മൾ ഇതിന് മുന്നേ ഉള്ളൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. 1/4πε0 Q ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ ഡിസ്റ്റൻസ് സപ്പോസ് ഈ ഡിസ്റ്റൻസ് x എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1/4πε0 Q/x² എന്ന് പറയും. x എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോട്ന്യൂസ് ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിച്ചൂടെ? പൈത്തഗോറസ് തിയറം വെച്ച് എന്താ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ വരിക? r² + a² ആയിരിക്കും. ഡയറക്ഷനോ? എലോങ് QA അല്ലേ. അതുകൊണ്ട് ക്യൂവിൽ നിന്ന് എയിലേക്കുള്ള ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. സിമിലർലി EB 1/4πε0 Q/x². ഈ x എന്ത് വരും? r² a². അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? എലോങ് BQ. രണ്ടും കൂടി നമുക്ക് കിട്ടി. ഇനി നമുക്ക് പാരലോഗ്രാം ലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ട് ഇതിനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യും. നമുക്ക് ഒരിക്കൽ കൂടി ഈ വെക്റ്റേഴ്സിനെ റീഡ്രോ ചെയ്യാം. ഇവിടെ കാണിച്ച ഇതേ വെക്റ്റേഴ്സിനെ നമ്മളിവിടെ മാറ്റി വരണേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ട്?
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ വെക്റ്ററിനെയും കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യും. അതായത് ഇ ബിയെയും റിസോൾവ് ചെയ്യും, ഇ എ എന്ന വെക്റ്ററിനെയും നമ്മൾ റിസോൾവ് ചെയ്യും. ഇ ബി എന്ന വെക്റ്ററിനെ റിസോൾവ് ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇ ബി കോസ് തീറ്റ കിട്ടും, അതേപോലെ ഇ ബി സൈൻ തീറ്റയും കിട്ടും, വെർട്ടിക്കൽ കമ്പോണൻറ്റ് അല്ലേ. അതായത് ഈ ആംഗിൾ നമ്മൾ തീറ്റയായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ആംഗിളും എന്ത് തന്നെയാണ് വരിക? തീറ്റ. എന്തുകൊണ്ട്? ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് അല്ലേ. ഓക്കെ, അതേപോലെ ഈ ആംഗിൾ തീറ്റയായിട്ട് കൺസിഡർ ചെയ്താൽ ഇതിന് ഈ ലൈനിന് ഇവിടെ വരുന്ന ആംഗിളും തീറ്റയായിരിക്കും. അതായത് ഇ എ ഇ ബിക്ക് ഇടയിലുള്ള ആംഗിൾ 2 തീറ്റയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി എങ്ങനെ തീറ്റ വന്നു എന്നുള്ളത്. ഇനി ഇ ബിയെ നമ്മൾ റിസോൾവ് ചെയ്തു, ഇ ബി കോസ് തീറ്റ, ഇ ബി സൈൻ തീറ്റ. അതേപോലെ അടുത്തത് ഇ എ എന്ന വെക്റ്ററിനെയും റിസോൾവ് ചെയ്യണം. എങ്ങനെ വരും? ഇ എ കോസ് തീറ്റ, അതേപോലെ ഇ എ സൈൻ തീറ്റ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇ ബി സൈൻ തീറ്റ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു, ഇ എ സൈൻ തീറ്റ താഴോട്ട് ആക്ട് ചെയ്യുന്നു. ഇ ബി ഇ എ ഈ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സാണിത്. അപ്പോൾ എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് ബാലൻസ് വരുന്നത് ഇ ക്യു എന്ന് പറയുന്നത് ഇ എ കോസ് തീറ്റയും ഇ ബി കോസ് തീറ്റയും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് രണ്ടും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇ എ സൈൻ തീറ്റ ആൻഡ് ഇ ബി സൈൻ തീറ്റ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആൻഡ് ക്യാൻസൽഡ് ഔട്ട്. പിന്നെ ഇ എ കോസ് തീറ്റ ആൻഡ് ഇ ബി കോസ് തീറ്റ ആർ ആക്ടിങ് അലോങ് ദി സെയിം ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റിസൾട്ട് കാണണമെങ്കിൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ ഇ ക്യു ഇസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഇ എ ഇ ബി സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇ എ ഏതെങ്കിലും ഒരു വാല്യൂ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇ എ ഇൻറ്റു 2 കോസ് തീറ്റ എന്ന് പറയും. ഇനി ഈ ഫിഗറിൽ കോസ് തീറ്റ എന്താ കിട്ടുക? ഈ ഒരു ഫിഗറിന് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. പൈത്തഗോറസ് തിയറാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ഇക്വേഷനിൽ കൊടുത്താൽ ഇ ക്യു ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. 2 അവിടെയുണ്ട്. പിന്നെ എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ 1/4πε0 ക്യൂ ഇൻറ്റു 2a ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. വാട്ട് ഈസ് ക്യൂ ഇൻറ്റു 2a? ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ ക്യു ഇസ് ഈക്വൽ ടു 1/4πε0 പി ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വെക്റ്റർ കൺസിഡർ ചെയ്തില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ അല്ലേ. ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? -q നിന്ന് +q-ലേക്കാണ്. പക്ഷേ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കിട്ടിയത്? പി അങ്ങോട്ടാണ്, ഇത് നെഗറ്റീവ് പിയുടെ ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ വെക്റ്റർ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വെക്റ്റർ ഇ ക്യു ഇസ് ഈക്വൽ ടു -1/4πε0 പി ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് കിട്ടും വെക്റ്റർ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ. ഇനി വീണ്ടും നമ്മളൊരു അസംഷൻ കൺസിഡർ ചെയ്യുന്നു. ഇഫ് എ ഈസ് വെരി വെരി ലെസ് ദാൻ ആർ, എ എന്ന വാല്യൂ ഈ ആറിനേക്കാൾ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇ ക്യു ഇസ് ഈക്വൽ ടു -p/4πε0 ആർ ക്യൂബ് എന്ന് കിട്ടും. അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അത് നമ്മൾ ആക്സിയൽ പറയുമ്പോഴും പറഞ്ഞതാണ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബാണ്. ഇവിടെ opposite to dipole moment ആണ് വരുന്നത്. The direction of electric field at a point on the equatorial line is opposite to the direction of dipole moment. ഈ equation ഓർത്ത് വെക്കുക. EQ is equal to -p by 4πε0 r cube.
റിലേഷൻ ബിറ്റ്വീൻ ഈ ഇക്വറ്റോറിയൽ ആൻഡ് ഈ ആക്സിയൽ. ഈ ആക്സിയലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2p/4πε0 r³. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് p/4πε0 r³. ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. p/4πε0 r³, ഇവിടെയും p/4πε0 r³. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ ആയിരിക്കും അല്ലേ. ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഈ ഇക്വറ്റോറിയൽ ആൻഡ് ഈ ആക്സിയൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.